Hello children, welcome to Kids Area Online. Annual examന് Kids Area Online exam preparation classes നൽകുന്നുണ്ട് കേട്ടോ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾക്ക് അവധിക്കാലത്ത് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, ഒത്തിരി ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ മാർച്ച് 15 കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ്. ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് റൈറ്റ്. വാച്ച് ദ പിക്ചർ കെയർഫുള്ളി. ഇവിടെ നോക്കുക, ഒരു പിക്ചർ കാണുന്നുണ്ട്. റാബിറ്റ് ഉണ്ട്, ലയൺ ഉണ്ട്. ഇവിടെ നോക്കിയേ, ഡീർ. ഇപ്പോൾ ഡീർ കാണുന്നുണ്ട്, റാബിറ്റ് ഉണ്ട്, ലയൺ ഉണ്ട്. ഇതാണ് ഈ പിക്ചറിലുള്ളത്. ഇനി ടീച്ചർ നിങ്ങൾക്കൊരു സ്റ്റോറി വായിച്ചു തരും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ സ്റ്റോറി ഇല്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് നൽകിയിട്ടില്ല. ആ ടീച്ചറിനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ ആ സ്റ്റോറി വായിച്ചു തരും. ആ സ്റ്റോറി എന്താണെന്ന് ടീച്ചറോടെ വായിക്കാം. ഇതായിരുന്നു ടീച്ചേഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റോറി എന്താണെന്ന് വായിക്കാം. ചിൽഡ്രൻ ലുക്ക് അറ്റ് ദ പിക്ചർ. ഹു ആർ ഇൻ ദ പിക്ചർ, വെയർ ആർ ദേ. ഇത് അങ്ങനെ പറയുന്നതാണ്. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഓൺ എ സണ്ണി ഡേ എ ഹംഗ്രി ലയൺ കെയിം ഔട്ട് ഓഫ് ഹിസ് ഡെൻ സെർച്ചിങ് ഫോർ ഫുഡ്. ലയൺ എന്ത് ചെയ്തു? വിശപ്പുള്ള ഒരു ലയൺ ഒരു ദിവസം, ഒരു വേനൽക്കാലത്താണ്, ഒരു ദിവസം എന്ത് ചെയ്തു? ഡെൻ എന്ന് പറഞ്ഞ ഗുഹയാണ് കേട്ടോ. ആഹാരം തേടി പുറത്തിറങ്ങി. ഹി സോ എ ലിറ്റിൽ റാബിറ്റ് പ്ലേയിങ് ദെയർ. അവിടെ ഒരു ചെറിയ റാബിറ്റ് കളിക്കുന്നത് കണ്ടു. ലെറ്റ് മീ ക്യാച്ച് ഇറ്റ് ടുഡേ ഫോർ മൈ ഫുഡ്. അതിനെ ഞാൻ ഇന്ന് എൻ്റെ ആഹാരത്തിനായി പിടിക്കും. ലയൺ ജംപ് ടുവേർഡ്സ് ദ റാബിറ്റ് ടു ക്യാച്ച് ഇറ്റ്. ലയൺ എന്ത് ചെയ്തു? റാബിറ്റിൻ്റെ പുറത്തേക്ക് ചാടി വീണനെ പിടിച്ചു. നോ ദ റാബിറ്റ് ഈസ് ടു സ്മോൾ, ഇറ്റ് കനോട്ട് ഫിൽ മൈ സ്റ്റൊമക്ക്. സഡൻലി എ ഡീർ റഷ്ഡ് ദാറ്റ് വേ. എന്താണ്? ഈ റാബിറ്റ് വളരെ ചെറുതാണ്, നിൻ്റെ വയറ് നിറയാൻ ഇതാവത്തില്ല. പെട്ടെന്നാണ് എന്ത് ചെയ്തത്? അതുവഴി ഒരു ഡീർ പോകുന്ന വേണ്ടത്. ലെറ്റ് മീ ഈറ്റ് ദ ബിഗ് ഡീർ ഇൻസ്റ്റീഡ് ഓഫ് ദിസ് സ്മോൾ റാബിറ്റ്, ദ ലയൺ തോട്ട്. ഉടനെ സിംഹം ചിന്തിച്ചു, ഈ സ്മോൾ റാബിറ്റ് കൊണ്ട് എനിക്ക് എന്താകാനാ? അത് ബിഗ് ഡീർ, അത് ആഹാരമാകാം. ദ ഗ്രീഡി ലയൺ റാൻ ആഫ്റ്റർ ദ ഡീർ ലീവിങ് ദ റാബിറ്റ്. ആ അത്യാഗ്രഹി ലയൺ എന്ത് ചെയ്തു? റാബിറ്റിനെ വിട്ടിട്ട് നമ്മുടെ ഡിയറിൻ്റെ പുറകെ പോയി. വെൻ ദ ലയൺ മൂവ് ടു ക്യാച്ച് ദ ഡിയർ, ദ ലിറ്റിൽ റാബിറ്റ് എസ്കേപ്ഡ്. ഈ ഡിയറിനെ പിടിക്കാൻ വേണ്ടി ലയൺ പോയ സമയത്ത് റാബിറ്റ് എസ്കേപ്പായി, രക്ഷപ്പെട്ടു. സീയിങ് ദ ലയൺ, ദ ഡിയർ റാൻ ഫാസ്റ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് ആൻഡ് ഹി ഡിഡ് ബിഹൈൻഡ് ദ തിക് ട്രീസ്. ആ നല്ല തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിൽ മാൻ പോയി. അങ്ങനെ ലയണിന് ഡിയറിനെ കണ്ടെത്താനായിട്ടായില്ല. The foolish lion felt ashamed and returned to its den. നാണം കെട്ട് തിരിച്ചു തൻ്റെ ഗുഹയിലേക്ക് പോയി. ഇതായിരുന്നു സ്റ്റോറി, ആക്ടിവിറ്റി 1ൻ്റെ സ്റ്റോറി. നൗ റീഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നാണ് അതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസൺ ടു ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സ്റ്റോറി ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കറിയാം ആരൊക്കെ ഉണ്ടായിരുന്നു. ലയൺ, റാബിറ്റ്, ഡിയർ. റൈറ്റ് അനദർ വേർഡ് ഫോർ കേവ് ഫ്രം ദ സ്റ്റോറി. ഗുഹയ്ക്കായിട്ട് ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് ഏതാണ്? ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. ദ റാബിറ്റ് ഈസ് ടു സ്മോൾ, ഇറ്റ് കനോട്ട് ഫിൽ മൈ സ്റ്റൊമക്ക്. ഹൂ സെഡ് ദീസ് വേർഡ്സ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? റാബിറ്റ് വളരെ ചെറുതാണ്, ഇതിൻ്റെ വയറ് നിറയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത് ആരാണ്? വേർ ഡിഡ് ദ ഡിയർ ഹൈഡ്. മാൻ എവിടെയാണ് ഒളിച്ചത്? ദ ലയൺ കോട്ട് ദ ഡിയർ. ഈസ് ദിസ് സെന്റൻസ് ട്രൂ ഓർ ഫാൾസ്. ലയൺ മാനിനെ പിടിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റോറി വായിച്ചെഴുതാനായിട്ട് ചോദിച്ചിരുന്നത്. ഓക്കെ, ആക്ടിവിറ്റി 1 എല്ലാവരും ചെയ്തുവല്ലോ, വളരെ ഈസി ആയിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റി നോട്ടീസ് തയ്യാറാക്കാനായിരുന്നു. ദ ഷൂ മേക്കർ ആൻഡ് ഹിസ് വൈഫ് വർക്ക്ഡ് ഹാർഡ്. ഷൂമേക്കറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഠിനമായി അധ്വാനിച്ചു. ദേ ബിക്കേം റിച്ച്. അവർ വലിയ പണക്കാരായി.
They are now opening a new shop. ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങി. They decide to prepare a notice for the program inviting public to attend the opening ceremony. ആ ഉദ്ഘാടന ഓപ്പണിംഗ് സെറമണിയിൽ പുതിയ ഷോപ്പ് തുടങ്ങാൻ പോവുകയല്ലേ. അപ്പോൾ അതിന് സെറമണിയിൽ എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ, എല്ലാവരും കാണണം, ആ നോട്ടീസ് കണ്ട് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം, വരണം. അതിനായിട്ടൊരു നോട്ടീസ് തയ്യാറാക്കുക. പ്രിപ്പയർ ദ നോട്ടീസ്. പുതിയ ഷോപ്പാണ്. അപ്പോൾ എന്ത് ഷോപ്പാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ഷോപ്പ് ഇങ്ങനെ തുറക്കാൻ പോവുകയാണ്, ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. പ്രിപ്പയർ ദ നോട്ടീസ് ആയിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഇവിടെ ഈ പിക്ചേഴ്സ് നോക്കുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ ഓൺ സെൻറ്റൻസസ്. ഈ പിക്ചേഴ്സ് നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങളുടെ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക എന്നുള്ളതാണ്. അതാ അവിടെ കുട്ടികളും ഒരു കുടുംബം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കി കടലിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ ആ കുട്ടി വിളിച്ച് കാണിക്കുന്നുണ്ട്, എന്തോ വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതെന്തായിരുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അത് കരയിലേക്ക് വന്നു. ഇതിനെ നിങ്ങൾ സ്വന്തം സെൻറ്റൻസിൽ ഈ കാര്യം മനസ്സിലാക്കുന്നതൊക്കെ അറിയാം. ആ സ്വന്തം സെൻറ്റൻസിൽ എഴുതുക എന്നുള്ളതാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി ഡയറിയാണ്. റീഡ് ദ ഡയലോഗ്സ് ഗിവൺ ഇൻ ദ ബബിൾസ്. ഈ ബബിൾസിലുള്ള ഡയലോഗ്സ് വായിക്കാം. ആൻഡ് ടുഡേ വെൻ മൈ ബോട്ട് വാസ് കോട്ട് ഇൻ എ ഹീപ്പ് of mud, he pulled it out and gave it to me. Oh, are you friends now? Very good, Anna. ഇപ്പോൾ രണ്ട് സെൻറ്റൻസ് മനസ്സിലായല്ലോ. That evening Anna was very happy. What would Anna write in her diary on that day? ഡയറിയിൽ അന്ന എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവും? നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്കറിയാം. അന്ന അന്നത്തെ ദിവസം വൈകുന്നേരം വളരെ സന്തോഷത്തിലായിരുന്നു. അന്ന തൻ്റെ ഡയറിയിൽ എന്തൊക്കെ കുറിച്ചിട്ടുണ്ടാകും? ഡയറി എഴുതുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. 4 ആക്ടിവിറ്റി മനസ്സിലായല്ലോ. അഞ്ചാമത്തെ ആക്ടിവിറ്റി റിഡിലാണ്. There are some tools on the table. ദാ ഇവിടെ ഹാമർ ഉണ്ട്, ചിസലുണ്ട്, നീഡിലുണ്ട്, നൈഫുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. There are some tools on the table. ടേബിളിൽ കുറച്ച് ടൂൾസ് ഇരിപ്പുണ്ട്. റിഡിൽസ് എന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. Read the riddles and write the answers. The above picture will help you. I am a tool. ഞാനൊരു ടൂളാണ്. I have a head and a handle. എനിക്കൊരു തലയുണ്ട്, ഒരു ഹാൻഡിൽ ഉണ്ട്. All workers use me to beat on the nail. നെയിലിൽ അടിക്കാനാണ് എന്നെ എല്ലാവരും ഉപയോഗിക്കുന്നത്. My name has 6 letters. എൻ്റെ പേരിൽ 6 അക്ഷരങ്ങളുണ്ട്. The first letter of the name is in house. ഫസ്റ്റ് ലെറ്റർ ഹൗസിലുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇൻ കാർ. ലാസ്റ്റ് ലെറ്റർ കാറിലുണ്ട്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഇവിടെ നമുക്ക് എച്ച് എടുക്കാം. ഫസ്റ്റ് ലെറ്റർ എച്ച് ആണ്, ലാസ്റ്റ് ലെറ്റർ ആർ ആണ്. എന്താണെന്ന് മനസ്സിലായോ? ആ ടൂളിൻ്റെ പേരാണ് ഇവിടെ എഴുതാനുള്ളത്. ഐ ആം എ ഹാൻഡ് ടൂൾ. ഞാനൊരു ഹാൻഡ് ടൂളാണ്. ഐ ആം ദ ഫ്രണ്ട് ഓഫ് കാർപ്പൻറ്റേഴ്സ് ആൻഡ് ഷൂ മേക്കേഴ്സ്. ഞാൻ ഷൂ മേക്കേഴ്സിൻ്റെയും കാർപ്പൻറ്റേഴ്സിൻ്റെയും ഫ്രണ്ടാണ്. ഐ ഹാവ് എ ഹാൻഡിൽ. എനിക്കൊരു ഹാൻഡിലുണ്ട്. അതിൻ്റെ ഷാർപ്പ് എഡ്ജ്, മൂർച്ചയുള്ള ഒരു അറ്റമുണ്ട്, എഡ്ജുണ്ട്, അരികുണ്ട്. വർക്കേഴ്സ് യൂസ് മീ ടു കട്ട് തിങ്സ്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വർക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. മൈ നെയിം ബിഗിൻസ് വിത്ത് ദ ലെറ്റർ സി ആൻഡ് എൻഡ്സ് വിത്ത് എൽ. ഹൂ ആം ഐ? ടീച്ചർ ടൂൾസിൻ്റെ പേര് വായിച്ചപ്പോൾ ടീച്ചർ ഈ പേര് പറഞ്ഞായിരുന്നു. കുറച്ച് ടൂൾസ് ടേബിളിൽ ഇരിപ്പുണ്ട്. ഹാമർ, ചിസൽ, നീഡിൽ, നൈഫ് എന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഇതിൽ ഏതാണ് ആ ടൂളെന്ന്, രണ്ടാമത്തെ ടൂൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതുക. അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ എം എ ഷാർപ്പ് പോയിൻറ്റഡ് ടൂൾ. ഷാർപ്പായിട്ടുള്ള ഒരു പോയിൻ്റ്, ഒറ്റ പോയിൻ്റായിട്ട് വരുന്ന ടൂളാണ്. ഐ എം എ മെയ്ഡ് ഓഫ് സ്റ്റീൽ. ഞാൻ സ്റ്റീലിലാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ടൈലേഴ്സ് ആൻഡ് ഷൂ മേക്കേഴ്സ് യൂസ് മീ ടു സ്യൂ. തയ്ക്കാനാണ് ടൈലേഴ്സും ഷൂ മേക്കേഴ്സും ഉപയോഗിക്കുക. ത്രെഡ് ഈസ് മൈ ഫ്രണ്ട്. നൂലാണ് എൻ്റെ കൂട്ടുകാരൻ. ഹൂ ആം ഐ? ഞാൻ ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും. മേക്ക് എ റിഡിൽ ഓൺ നൈഫ്. ഇനി നൈഫിനെ കുറിച്ച്, കത്തിയെക്കുറിച്ച് നിങ്ങൾ ഒരു റിഡിൽ ഇതുപോലെ ഉണ്ടാക്കുക. ഇതായിരുന്നു അടുത്ത ആക്ടിവിറ്റി. എല്ലാവരും ചെയ്തുവല്ലോ? വളരെ ഈസി ആയിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 2 ഡൗട്ട് വന്നിട്ടുണ്ടാകും, എന്നാലും ഈസിയാണ്. ഓക്കെ, ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം.
Now Ivan could understand the language of birds. One night, the nightingale came with its soothing song. Ivan called the nightingale, "Come near," and they began to talk. ഐവാൻ അറിയാലോ, നൈറ്റിംഗെയിലിനെ അറിയാലോ. ഐവാൻ ഇപ്പോൾ പക്ഷികളുടെ ഭാഷ മനസ്സിലാകും. ഒരു ദിവസം രാത്രി നൈറ്റിംഗെയിൽ പാട്ട് പാടുകയാണ്. ഐവാൻ നൈറ്റിംഗെയിലിനെ വിളിക്കുകയാണ്, കം, വരാൻ വിളിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ്. കോൺവെർസേഷനാണ് 6ാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളാണ്. തുടക്കമുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഐവാൻ ആൻഡ് ദ നൈറ്റിംഗെയിൽ. ഐവാൻ: ഹലോ നൈറ്റിംഗെയിൽ, ഐ ഹാവ് എ ഹാപ്പി ന്യൂസ് ഫോർ യു. എനിക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എനിക്ക് നിങ്ങളുടെ ഭാഷ മനസ്സിലാകുമെന്നായിരിക്കും അല്ലേ? ആണോ? നൈറ്റിംഗെയിൽ എന്തായിരിക്കും പറഞ്ഞിട്ട് അതിവിടെ രണ്ടാമത് ഐവാൻ പറയുന്നുണ്ട്. നൈറ്റിംഗെയിൽ അപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടാവും? എന്താണ് ഹാപ്പി ന്യൂസ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഐവാൻ മറുപടി പറയാണ്, നൗ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ബാക്കി കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ആക്ടിവിറ്റി, 6ാമത്തെ ആക്ടിവിറ്റി. ടീച്ചർ ഇതിൻ്റെ ആൻസർ എല്ലാം ഉടനെ തന്നെ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും കാത്തിരിക്കാൻ ആൻസർ ടീച്ചർ ഉടനെ ഇടുന്നുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. STD4 ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്ന് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റീഡ് ആൻഡ് ആൻസർ ആയിരുന്നു. ഇവിടെ ഒരു പാരഗ്രാഫ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. അത് വായിക്കുക, വായിച്ചതിന് ശേഷം ആൻസർ നൽകുക എന്നുള്ളതായിരുന്നു 1ാമത്തെ ആക്ടിവിറ്റി. Read the story and answer the questions given below. Ammini the little lamb was grazing in a field. She was away from her flock. High sweet grass, she was enjoying the grass. She didn't notice a wolf coming near her. She was afraid on seeing on the wolf. "Please don't kill me," she pleaded. "My stomach is full of sweet grass. If you wait a little, my meat will become more tasty," she added. "Dear wolf, let me dance for some time. Then the grass in my stomach will digest soon." Yes, the wolf agreed. "Can you ring the bell while I dance?" The wolf took the bell and started to ring. Hearing the bell, the shepherd reached the place and saved the little lamb. സ്റ്റോറി മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ലാമ്പിൻ്റെ ബുദ്ധിയാണ് ലാമ്പിനെ അവിടെ രക്ഷിച്ചത്. ലാമ്പിനെ വോൾഫ് കഴിക്കാൻ വന്നപ്പോൾ ലാമ്പ് പറഞ്ഞു, ഞാൻ സ്വീറ്റായിട്ടുള്ള ഗ്രാസ് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ അതെന്നിൽ ഡൈജസ്റ്റ് ആകുമ്പോൾ, ദഹിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, എന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വോൾഫ് എഗ്രി ചെയ്തു. എന്നിട്ട് വോൾഫ് നമ്മുടെ ലാമ്പ് പറയാണ്, അവിടെ ഒരു ബെല്ലുണ്ട്, ആ ബെല്ലെടുത്ത് റിങ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഡാൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുമെന്ന് പറഞ്ഞു. ബെല്ലെടുത്ത് റിങ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ഷെപ്പേർഡ് ഓടി വന്നു, ആ ലിറ്റിൽ ലാമ്പിനെ രക്ഷിച്ചു. അതാണ് സ്റ്റോറി. ഹൂ ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? വൈ വാസ് ദ ലിറ്റിൽ ലാം അഫ്രൈഡ്? എന്തുകൊണ്ടാണ് ലിറ്റിൽ ലാം പേടിച്ചു പോയത്? ഹൂ സേവ്ഡ് ദ ലിറ്റിൽ ലാം? ലിറ്റിൽ ലാമിനെ രക്ഷിച്ചതാരാണ്? വൈ ഡിഡ് ദ ലാം ആസ്ക് ദ വോൾഫ് ടു വെയിറ്റ് എ ലിറ്റിൽ? കുറച്ച് സമയം വെയിറ്റ് ചെയ്യാവോ എന്ന് ലാമ്പ് എന്തുകൊണ്ടാണ് വോൾഫിനോട് ചോദിച്ചത്? പിക്ക് ഔട്ട് അനദർ വേർഡ് ഫോർ റിക്വസ്റ്റഡ് ഫ്രം ദ സ്റ്റോറി. റിക്വസ്റ്റഡ് എന്നതിന് പകരം സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വേർഡ് കണ്ടെത്തുക. ഈ 5 ചോദ്യങ്ങളായിരുന്നു ഈ സ്റ്റോറിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഈസിയാണ്, നിങ്ങളെല്ലാവരും ഇതിന് ആൻസർ എഴുതിയിട്ടുണ്ടാവും. രണ്ടാമത്തേത് ഡയറിയാണ്. ആക്ടിവിറ്റി 2 ഡയറിയാണ്. Here is the crown prince. Only this boy is honest. One day he will rule this kingdom justly. Pingla was so happy on that day. What would he write in his diary? Pingla വളരെ ഹാപ്പി ആയിരുന്നു. എന്തായിരിക്കും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? എന്തായിരിക്കും നിങ്ങൾക്കറിയാം, നിങ്ങളത് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. മൂന്നാമത്തത് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഇതൊരു സ്റ്റോറിയാണ്. സ്റ്റോറി നിങ്ങൾക്കറിയാം, കുറച്ച് പശുക്കൾ പുല്ലുമേയുകയാണ്. അവർ നല്ല ഒത്തൊരുമ, ഒരു ഐക്യമുള്ളവരായിരുന്നു. എന്നാൽ ലയൺ എന്ത് ചെയ്തു? അവരെ പറഞ്ഞ് തെറ്റിച്ചു. അങ്ങനെ അവർ തമ്മിൽ അടികൂടുകയാണ്. അടികൂടിയപ്പോൾ എന്ത് ചെയ്തു? ഓരോ പശുക്കളും ഓരോ സ്ഥലത്തേക്ക് പോയി. ഒരുമിച്ച് നിന്നാൽ ആ ലയണിനെ അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ അവരെന്ത് ചെയ്തു?
ഓരോ സ്ഥലത്തോട്ട് അവർ തമ്മിൽ അടുപ്പിച്ച് പിരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഓരോ പശുക്കളും ഓരോ സ്ഥലത്തെത്തി. അങ്ങനെ ഒറ്റയ്ക്കായപ്പോൾ എന്ത് ചെയ്തു? ആ ലയൺ ഓരോ പശുക്കളായിട്ട് കഴിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ ഈവൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സെൻറ്റൻസിൽ അത് എഴുതുക. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ സ്വന്തം വാക്കിൽ എന്ത് ചെയ്യുക? അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ് ആയിരുന്നു. നാലാമത്തെ പസിലാണ്. ടീച്ചർ ഇവിടെ ആൻസർ നൽകിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ടീച്ചർ പറഞ്ഞു തരാം. സം വേർഡ്സ് ആർ ഹിഡൻ ഇൻ ദ ബോക്സ്. ചില വേർഡ്സ് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. കിങ്ഡം, ഗാർലൻഡ്, ഓണസ്റ്റ്, മെർച്ചൻറ്റ്, ലെതർ. ഇത് ടീച്ചർ അടയാളപ്പെടുത്തിയതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല. അപ്പോൾ നിങ്ങളിത് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ദ ഹിൻസ് ഗിവൺ ബിലോ വിൽ ഹെൽപ്പ് യു. എ കൺട്രി റൂൾഡ് ബൈ എ കിങ്. രാജാവ് ഭരിക്കുന്ന രാജ്യത്തെ എന്താ പറയുക? കിങ്ഡം. അതാണ് ഇവിടെ എഴുതാനുള്ളത്. ട്രൂത്ത്ഫുൾ ആൻഡ് സിൻസിയർ. അതിനെന്താ പറയുക? ഓണസ്റ്റ്. എ പേഴ്സൺ ഹൂ ബൈസ് ആൻഡ് സെൽസ് തിങ്സ്. വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആൾ എന്താ പറയുക? മെർച്ചൻറ്റ്. എ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഷൂസ്. ഷൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്? ലെതർ. എ ചെയിൻ മെയ്ഡ് ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ചെയിൻ, കൊണ്ടുണ്ടാക്കുന്ന ചെയിൻ എന്താ? ഗാർലൻഡ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? ആ പസിൽ നിന്ന് വേർഡ് കണ്ടെത്തി ഇവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 5 കോൺവെർസേഷൻ ആയിരുന്നു. റിയോ മെറ്റ് ഹിസ് ഫാദർ ഇൻ ദ പോലീസ് സ്റ്റേഷൻ. ഹി വാസ് സോ ഹാപ്പി ടു സീ ഹിസ് ഫാദർ. ഫാദർ സ്ട്രെച്ച്ഡ് ഹിസ് ആംസ് ആൻഡ് ഹഗ്ഡ് ഹിം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫാദർ ആൻഡ് റിയോ. ഫാദറും റിയോയും തമ്മിലുള്ള കോൺവെർസേഷൻ ഫില്ല് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ലാസ്റ്റ് വൺ ആഡ് മോർ ലൈൻസ്. ആക്ടിവിറ്റി 6 ആഡ് മോർ ലൈൻസ് ആണ്. യു ഹാവ് എൻജോയ്ഡ് ദ സ്റ്റോറി ദ ലോസ്റ്റ് ചൈൽഡ്. ലോസ്റ്റ് ചൈൽഡ് എന്ന സ്റ്റോറി നിങ്ങൾ നല്ലതുപോലെ വായിച്ച് എൻജോയ് ചെയ്തതാണ്. റിയോ ദ ഹീറോ ഓഫ് ദ സ്റ്റോറി റീച്ച്ഡ് ബാക്ക് ഹോം സേഫ്ലി. റിയോ തിരിച്ചെന്ത് ചെയ്തു? സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ദ ഹോൾ ഫാമിലി ഈസ് എക്സ്ട്രീംലി ഹാപ്പി. ആ ഹോൾ മുഴുവൻ വീട്ടുകാരെന്നാണ് നല്ല സന്തോഷത്തിലാണ്. റിയോ സ്റ്റാർട്ടഡ് സിംഗിങ് എ സോങ്. റിയോ ഒരു പാട്ട് പാടാൻ തുടങ്ങി. This is my pretty home, pretty home, pretty home. Here I have teeny toys to play. This is my charming home, charming home, charming home. Here I have little kites to fly. ഇതുപോലെ 2 more stanzas to the song. Add 2 more stanzas. ഇത് 1 stanza ആണ്, ഇത് 1 stanza ആണ്. ഇതുപോലെ 2 stanza, 2 stanza കൂടി ആഡ് ചെയ്യണം. ഹോം ഏത് ഹോമാണെന്ന് മാറ്റി എഴുതണം. ആ ഹോമിൽ എന്താണുള്ളത്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെയാണ് ഈ ലൈൻസ് ആഡ് ചെയ്യാനുള്ളത്. അങ്ങനെ 4+4 2 സ്റ്റാൻസസ് കൂടി ആഡ് ചെയ്ത് സോങ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആറാമത്തെ പ്രവർത്തനം, ആഡ് മോർ ലൈൻസ്. അപ്പോൾ ഈ 6 പ്രവർത്തനവും ആക്ടിവിറ്റീസും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നിങ്ങൾക്ക് നല്ലതുപോലെ എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഓക്കെ, ആനുവൽ എക്സാമിന് കിഡ്സ് ഏരിയ ഓൺലൈൻ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട് കേട്ടോ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതുപോലെ നിങ്ങൾക്ക് അവധിക്കാലത്ത് ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, ഒത്തിരി ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ മാർച്ച് 15 കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ ക്ലാസ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നതാണ്.